ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ നമുക്കൊരുമിച്ച് ചേർന്ന് വരുവാൻ ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് സന്തോഷിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ പല ക്ലാസ്സുകളിലായിട്ട് നാം ഗിരിപ്രഭാഷണത്തെ അധികരിക്കുന്നതായ ചില ആമുഖ പാഠങ്ങൾ ചിന്തിച്ച് വരികയായിരുന്നു. ഈ പ്രസംഗം സമാനതകളില്ലാത്ത പ്രസംഗമാണ് എന്ന് നമ്മൾ ചിന്തിച്ചു. രണ്ടാമത് മറ്റൊരു സത്യം കൂടി ആമുഖത്തിൽ നമ്മൾ ഓർത്തു. ഈ പ്രസംഗകൻ സമാനതകളില്ലാത്ത പ്രസംഗകനാണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചിന്തിച്ച് വരികയായിരുന്നു. ഈ പറയുന്ന രണ്ട് സത്യങ്ങളും ലോകമെമ്പാടും ചരിത്രത്തിൽ അംഗീകരിച്ചിട്ടുള്ള സത്യമാണ് എന്നുള്ളതും ഞാൻ സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചിരുന്നല്ലോ. 3 കാര്യങ്ങളാണ് സമാനതകളില്ലാത്ത പ്രസംഗകൻ എന്ന തലക്കെട്ടിൽ ഞാൻ ഓർപ്പിക്കാനിടയായിട്ട് തീർന്നിരുന്നത്. ഈ പ്രസംഗകൻ്റെ പ്രസംഗം ജീവിതത്തിൽ നിന്നുള്ളതായിരുന്നു എന്നുള്ളത് നമ്മൾ കാണുകയുണ്ടായി. അധികാരത്തോടുകൂടിയാണ് കർത്താവ് പ്രസംഗിച്ചത്. കാരണം ജീവിതവും പ്രസംഗവും ചേർന്നു പോകുന്നതായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. ഈ പ്രസംഗകൻ സ്നേഹസമ്പന്നനായ പ്രസംഗകനായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. പല തെളിവുകളും ആ ബന്ധത്തിൽ നമ്മൾ ധ്യാനിക്കുവാനിടയായിട്ട് തീർന്നിരുന്നു. 3-ാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. മനസ്സലിവുള്ള പ്രസംഗകനായിരുന്നു നമ്മുടെ കർത്താവ്. അതിനെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ച് വരികയായിരുന്നു. ആളുകളുടെ ആത്മീക അരക്ഷിതാവസ്ഥയിൽ കർത്താവിന് മനസ്സലിവ് ഉണ്ടായ കാര്യം നമ്മൾ കണ്ടു. ഭൗതികമായ ജീവിത പ്രശ്നങ്ങളുടെ നടുവിൽ ഭാരപ്പെടുന്നവരെ ഓർത്തുമുള്ള മനസ്സലിവ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു. അതിൻ്റെ ഒരു 3-ാമത്തെ കാര്യം എന്ന നിലയിൽ പ്രസംഗശേഷം നമ്മുടെ കർത്താവ് ചില രോഗികൾക്ക് നൽകിയ ആശ്വാസവും അവരോട് കാണിച്ച മനസ്സലിവുമാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തുവാൻ ഇടയായിട്ട് തീർന്നത്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ഭാഗങ്ങളിൽ ചില രോഗികൾക്ക് കൊടുത്ത സൗഖ്യം നമ്മൾ കാണാനിടയായിട്ട് തീർന്നു. അത് 2 രോഗികളുടെ കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അതങ്ങനെ ഒത്തിരി വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കർത്താവ് എത്രയോ രോഗികൾക്ക് സൗഖ്യം നൽകുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. എങ്കിലും ആ ഭാഗത്ത് നിന്ന് ഒരു രോഗിക്ക് കൊടുത്ത സൗഖ്യം കൂടി ഞാനൊന്ന് പരാമർശിച്ച് നമ്മുടെ ആമുഖ പാഠം ഇന്ന് അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുകയാണ്. മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ആ കാര്യം വായിക്കണമെന്ന് നിർബന്ധമില്ല. അവിടെ വളരെ പരിചയമുള്ളൊരു സൗഖ്യം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പത്രോസിൻ്റെ അമ്മാവിയമ്മയ്ക്ക് പനിയായിരുന്നു. പനിയിൽ നിന്ന് സൗഖ്യം കൊടുത്ത കാര്യം അവിടെ ദൈവാത്മാവ് രേഖപ്പെടുത്തുന്നുണ്ട്. ദൈവവചനത്തിൻ്റെ പ്രതിപാദനത്തിൻ്റെ മഹത്വം ഞാൻ ഓർക്കാനിടയായിട്ട് തീർന്നു. ഒരാൾക്കൊരു പനിയാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മളത്ര ഗൗരവമായിട്ടത് ചിലപ്പോൾ കാണുകയില്ല. പനിയൊക്കെ സാധാരണ ഉള്ളതല്ലേ എന്ന് വിചാരിക്കുവാൻ ഇടയായിട്ട് തീർന്നു. പക്ഷേ ഇവിടെ ഈ രോഗത്തിലും കർത്താവ് വന്ന് സൗഖ്യം കൊടുക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളതായൊരു സത്യമാണ്. അപ്പോൾ ഞാൻ ഇന്ന് വായിച്ചപ്പോൾ അവിടെ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനിടയായിട്ട് തീർന്നു. ഇവിടെ ഈ പത്രോസിൻ്റെ അമ്മാവിയമ്മയ്ക്ക് സൗഖ്യം കൊടുക്കുമ്പോഴും കർത്താവ് തൊട്ടാണ് സൗഖ്യം കൊടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം ഞാനൊന്ന് ഓർപ്പിച്ചായിരുന്നു.
ഇവിടെ ആദ്യത്തെ സൗഖ്യത്തിലും കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യം കൊടുക്കുകയാണ്. തൊടാതെയൊക്കെ സൗഖ്യം കൊടുക്കാം, പക്ഷേ കർത്താവ് വളരെ മനസ്സലിവോടെ ആരും ഒരുപക്ഷെ രോഗം വന്നതിന് ശേഷം അവനെ തൊട്ട് കാണാനായുള്ള സാധ്യതയില്ല. അപ്പം അതുകൊണ്ട് പക്ഷേ കർത്താവ് അവനെ തൊടുകയും അവന് സൗഖ്യം കൊടുക്കുകയും ചെയ്തു എന്ന് നമ്മൾ കാണുകയാണ്. ഇവിടെ ഈ പനിക്ക് സൗഖ്യം കൊടുക്കുമ്പോഴും കർത്താവ് തൊട്ട് സൗഖ്യം കൊടുക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളതായൊരു സത്യമാണ്. തൊട്ടാൽ പനി പകരുമെന്നൊക്കെ പൊതുവെ പറയും. എങ്കിലും ഇവിടെ കർത്താവ് എന്തോരം മനസ്സലിവോടുകൂടി ആ രോഗിയോട് കരുണ കാണിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ഞാൻ അവിടെ നിന്ന് ഒരു കാര്യം ചിന്തിച്ചത് മാത്രം പറഞ്ഞ് ഈ ഭാഗം ഉപസംഹരിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. ഈ പനി പത്രോസിൻ്റെയും ഭാര്യയുടെയും ഒക്കെ വേദനയായിരുന്നു എന്ന് വേണം വിചാരിക്കാനായിട്ട്. കാരണം ഈ സൗഖ്യം ലഭിച്ച ആളെ ദൈവാത്മാവ് പരിചയപ്പെടുത്തുന്നത് പത്രോസിനുള്ള ബന്ധത്തിലാണ്. നമുക്കറിയാം, ഒരു വീട്ടിലൊരു അസുഖം ഉണ്ടായാൽ ആ അസുഖത്തിൻ്റെ പ്രയാസം അസുഖം ഉണ്ടാകുന്നവരല്ല അധികവും അനുഭവിക്കുക. അസുഖത്തിൻ്റെ വേദനയൊക്കെ ആണെങ്കിൽ അവർക്ക് ഉണ്ടാകുകയില്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ആ വീട്ടിലുള്ള മറ്റുള്ളവർ അനുഭവിക്കുന്ന വേദന വളരെ അധികമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ പത്രോസ് തൻ്റെ ശിഷ്യവൃന്ദത്തിലെ ഒന്നാമനാണ്. അപ്പോൾ അവൻ്റെ വീട്ടിലെ ആ വേദന കർത്താവ് അറിഞ്ഞ് ആ മാതാവിന് സൗഖ്യം കൊടുക്കുന്നു എന്നുള്ളത് നാം കാണുകയാണ്. കുടുംബത്തോട് മനസ്സലിയുന്ന കർത്താവിൻ്റെ മഹത്വം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതോട് ചേർത്ത് ഞാൻ ആയിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, പത്രോസിൻ്റെ അമ്മാവിയമ്മയ്ക്ക് ന്യായമായിട്ടും നല്ല പ്രായം ഉണ്ടാകാനുള്ളതായ സാധ്യതയുണ്ട്. പല രോഗങ്ങളുടെയും മുമ്പിൽ പ്രായമുള്ളവർ അവഗണിക്കപ്പെടാറുണ്ട്. പ്രായമുള്ള ഒരാൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ എന്നാൽ ഇത്രയും പ്രായമുണ്ടല്ലോ എന്ന് സ്വാഭാവികമായിട്ട് വിചാരിക്കും. കൊറോണയൊക്കെ വന്ന കാലഘട്ടത്തിൽ അടിയന്തിരമായി ചികിത്സയൊക്കെ കൊടുത്ത ആളുകൾക്ക് അവരുടെ പ്രായവും കൂടെ പരിഗണിച്ചാണ് കൊടുക്കുവാനിടയായിട്ട് തീർന്നത്. പ്രായം കുറഞ്ഞ ഒരാൾക്ക് അത്യാവശ്യം വെൻറ്റിലേറ്ററൊക്കെ കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പ്രായമുള്ളയാളെ മാറ്റിയാണെങ്കിലും കൊടുക്കുക എന്നുള്ളതായിരുന്നു നയം അന്ന് ചികിത്സാ രംഗങ്ങളിൽ സൂക്ഷിച്ചിരുന്നു എന്നുള്ളത് നമ്മളാരും മറന്നുപോയി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം പ്രായം കൂടി വരുന്തോറും അവഗണിക്കപ്പെടാനുള്ളതായ പരിചരണത്തിൽ അവഗണിക്കപ്പെടാനുള്ളതായ സാധ്യതയുണ്ട് എന്നുള്ളതായ കാര്യം നാം ഇവിടെ കാണുകയാണ്. ഞാനിന്ന് രാത്രി ഇങ്ങനെ പറയട്ടെ, നമ്മുടെ കർത്താവ് മുതിർന്ന തലമുറയോടുള്ള സ്നേഹവും മനസ്സലിവും ഈ സംഭവത്തിൽ വെളിപ്പെടുത്തി എന്ന് നമ്മൾ കാണുകയാണ്. കാരണം മുതിർന്ന തലമുറയെ ഒരുപക്ഷെ പലരുമൊക്കെ അവഗണിക്കുകയോ കണക്കാക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ എത്രയോ സ്നേഹത്തോടു കൂടി കർത്താവിനേക്കാൾ ഒത്തിരി പ്രായ വ്യത്യാസമുള്ള ഈ മാതാവിൻ്റെ സൗഖ്യത്തോടുള്ള ബന്ധത്തിലും കർത്താവ് അവിടെ തൊട്ട് അവൾക്ക് സൗഖ്യം നൽകി എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ ഓർപ്പിച്ച് അവിടെ നിന്ന് മുൻപോട്ട് പോകട്ടെ. നമ്മുടെ കർത്താവ് എല്ലാവരോടും മനസ്സലിയുന്ന കർത്താവാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പ്രസംഗകരിൽ നിന്നുള്ളതായ മനോഹരമായ മാതൃക നമുക്ക് ആവോളം ഏറ്റെടുക്കാനായിട്ട് സാധിക്കട്ടെ. നമുക്ക് പ്രസംഗമൊക്കെ പറയാൻ ഉത്സാഹം കാണുമായിരിക്കാം. ഉത്സാഹം നല്ലതുമാണ്. അതോട് ചേർന്ന് പ്രസംഗകന് വേണ്ട മനസ്സലിവിൻ്റെ മഹത്വം ഈ വേദഭാഗങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു എന്നുള്ളത് എത്രയോ മനോഹരമായിട്ടുള്ളതായൊരു സത്യമാണ്. അതുകൊണ്ട് ഈ ശ്രേഷ്ഠമേറിയ മനസ്സലിവിൻ്റെ ഗുണം ദൈവജനത്തിൻ്റെ മധ്യത്തിൽ ഏറെ ആവശ്യമുള്ള കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും
ജീവിക്കുന്നത്. 1 പത്രോസ് 4-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ സഭയിലുള്ള കൃപാവരങ്ങളെ വിശാലമായ അർത്ഥത്തിൽ രണ്ടായി തിരിക്കുമ്പോൾ സംസാര സംബന്ധിയായ കൃപാവരങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നുപോലെ പ്രസംഗം മുതലായ കാര്യങ്ങളൊക്കെ സംസാര സംബന്ധിയായ കൃപാവരമാണ്. നാവ് കൊണ്ടാണ് ആ കൃപാവരം പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. 4-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ഒരു വിഭജനം പറയുമ്പോൾ അടുത്ത വിഭജനം ശുശ്രൂഷ സംബന്ധിയായ കൃപാവരങ്ങളാണ്. സഹായം ചെയ്യുമ്പോൾ, മറ്റുള്ളവർക്ക് ശുശ്രൂഷിക്കുമ്പോൾ ഒക്കെ ആ ഗണത്തിലുള്ള കൃപാവരമാണ് വിനിയോഗിക്കപ്പെടുവാൻ ഇടയായിട്ട് തീരുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ഈ രണ്ട് കാര്യങ്ങളും ഒരു സ്ഥലം സഭയിൽ ആരോഗ്യപരമായി സമന്വയിക്കപ്പെടുന്നിടത്താണ് ആ സഭ കർത്താവിന് ഏറ്റവും പ്രസാദകരമായി പോകുന്നത്. പ്രസംഗം മാത്രമേ ഉള്ളൂവെങ്കിൽ കാര്യമില്ല. അപ്പം അതുകൊണ്ട് പ്രസംഗത്തോട് ചേർന്നുള്ളതായ ഈ മനസ്സലിവിൻ്റെ ശുശ്രൂഷയുടെ പ്രാധാന്യം എത്രയോ വ്യക്തമായി നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് ഈ മനോഹരമായ മാതൃക നമ്മുടെ കർത്താവിൽ നിന്ന് പഠിച്ച് പ്രായോഗികമാക്കി ജീവിക്കേണ്ടതിന് ദൈവാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. കർത്താവിൻ്റെ മനസ്സലിവ്. ഇനി ഞാൻ ഒരു വാക്യോട് പറഞ്ഞ് ഈ ഭാഗം അവസാനിപ്പിക്കാം. ലൂക്കോസ് സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ലൂക്കോസ് ഈ കാര്യം രേഖപ്പെടുത്തുമ്പോൾ ഈ വാക്കും കൂടെ എടുത്തു പറയുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. വായിക്കാം. 6-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വാക്യം. അത് വളരെ വ്യക്തമാണ്. അതിനകത്ത് വലിയ വിശദീകരണവും വ്യാഖ്യാനവും ഒന്നും പറയേണ്ടതായ ആവശ്യമില്ല. നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവൻ ആകുന്നത് പോലെ നിങ്ങളും മനസ്സലിവുള്ളവർ ആകുവിൻ. അപ്പോൾ മനസ്സലിവുള്ള പ്രസംഗകനാണ് നമ്മുടെ കർത്താവ് എന്നുള്ളതായ സത്യം നാം ചിന്തിക്കാൻ ഇടയായിട്ട് തീരുമ്പോൾ അതിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ടിയ വളരെ പ്രധാനപ്പെട്ട പാഠം നമുക്ക് ആ മനസ്സലിവ് ഏറ്റെടുത്ത് ജീവിക്കാനും ശുശ്രൂഷിക്കുവാനുമുള്ളതായ വലിയ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അവിടെ ആ കാര്യം രേഖപ്പെടുത്തുമ്പോൾ ദൈവത്തോട് നമുക്കുള്ള ബന്ധം ആ വാക്യത്തിൽ പറയുന്നുണ്ട്. എന്താ ബന്ധം? നമ്മുടെ പിതാവാണ് ദൈവം. നമ്മുടെ പിതാവാണ് ദൈവം. ഞാൻ ആ വാക്കിനോട് ചേർത്ത് ഒരു ദൂത് ഇങ്ങനെ പറയാനായിട്ട് ശ്രമിക്കുകയാണ്. അനേക വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പോൾ ആ ദേവദാസൻ നിത്യതയിലാണ്, സേരത്ത് സുവിശേഷ വേല ചെയ്തുകൊണ്ടിരുന്നതായ KV സാമുവൽ സഹോദരൻ കുന്നക്കുടിയിലെ കൺവെൻഷനിൽ വന്ന് വചനം പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ഇല്ലസ്ട്രേഷൻ പറയുവാനിടയായിട്ട് തീർന്നു. ഒത്തിരി വർഷം മുമ്പ് കേട്ടതാണെങ്കിലും ആ ഇല്ലസ്ട്രേഷൻ ഇപ്പോഴും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. 2 പുരുഷന്മാർ, അവർ നീഗ്രോകളായിരുന്നു. അവർ സൗന്ദര്യ മത്സരത്തിന് പോകുവാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ അവരെ പരിചയമുള്ള ആൾ പറഞ്ഞു, നിങ്ങൾ സൗന്ദര്യ മത്സരത്തിന് പോയാൽ എന്ത് പ്രയോജനം, നിങ്ങൾക്ക് സമ്മാനം കിട്ടാനുള്ള യാതൊരു സാധ്യതയുമില്ലല്ലോ എന്ന് പറയാനിടയായിട്ട് തീർന്നു. അപ്പോൾ അവരപ്പനും മകനുമാണ്. മകൻ പറഞ്ഞു, ഞങ്ങൾ പോകുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. സൗന്ദര്യം എന്ന് പറയുന്നത് അപ്പനെപ്പോലെ ഇരിക്കുന്ന മകനാണ്. നിങ്ങൾ നോക്കിക്കേ, എൻ്റെ അപ്പനെപ്പോലെയാണ് ഞാൻ ഇരിക്കുന്നത്. അതാണ് ശരിക്കും സൗന്ദര്യം. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ മത്സരത്തിന് പോകുന്നത് എന്ന് പറഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തുമാകട്ടെ, അങ്ങനെ പോയോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയാൻ പാടില്ല. പക്ഷേ അതിനൊരു വലിയ സത്യമുണ്ട്. നാം ദൈവമക്കളാണെന്നുള്ളത് നമ്മൾ കൂടെ ഓർക്കും. നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ പഠിച്ചപ്പോഴും ഓർത്തു. പ്രാർത്ഥന തുടങ്ങുന്നത് എങ്ങനെയാണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ
പിതാവേ. അപ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മുടെ പിതാവായിട്ട് തീർന്നു എന്നുള്ളത് നാം സന്തോഷത്തോടെ ഓർക്കാവുന്നതായ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വാക്യത്തിൽ നിന്ന് ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ പ്രത്യേകതകൾ ഉൾക്കൊണ്ട് നമ്മുടെ പിതാവിനെ പോലെ ജീവിക്കാനും സാക്ഷ്യം വഹിക്കുവാനും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. മത്തായി 6:36 ചേർത്ത് നോട്ട് ചെയ്യാവുന്നൊരു വാക്യം കൂടി ഞാൻ പറയുന്നു. ആ വാക്യം നമുക്ക് എല്ലാവർക്കും മനഃപ്പാഠം അറിയാമെന്നുള്ളത് കൊണ്ട് നമുക്കങ്ങ് പറഞ്ഞു പോകാം എന്ന് വിചാരിക്കുകയാണ്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 48-ാമത്തെ വാക്യം ഈ പ്രസംഗത്തിലെ വളരെ പ്രധാനപ്പെട്ടതായൊരു വാക്യമാണ്. പ്രസംഗം ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണർ ആകുവിൻ. അപ്പോൾ അതിലൊരു സൽഗുണമാണ് ലൂക്കോസ് 6:36 നമ്മൾ വായിച്ചത്, മനസ്സലിവ്. അതുപോലെ എന്തോരം സൽഗുണങ്ങൾ നമ്മുടെ പിതാവിനുണ്ട്. അതുകൊണ്ട് ഇവിടെ ദൈവാത്മാവ്, നമ്മുടെ കർത്താവ് ഈ പ്രസംഗത്തിൽ പറയുന്നതായ കാര്യം, ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണർ ആകുവിൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പ്രസംഗത്തിലുള്ള ഈ പ്രധാനപ്പെട്ട പ്രബോധനം നമ്മുടെ കർത്താവിൻ്റെ ഈ പ്രത്യേകത ഉൾക്കൊള്ളുന്ന ബന്ധത്തിൽ തന്നെ ഉൾക്കൊണ്ട് പ്രായോഗികമാക്കി ജീവിക്കുവാൻ ദൈവാത്മാവ് നമുക്ക് ഏവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. ഞാൻ ഈ വാക്യങ്ങൾ ഇങ്ങനെ കുറിക്കുമ്പോൾ ഓർത്തൊരു കാര്യമുണ്ട്. നമ്മുടെ പിതാവിൻ്റെ ആഗ്രഹം തൻ്റെ മക്കൾ തന്നെ പോലെ ആകണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ സത്യം ദൈവവചനത്തിൽ ധാരാളം പറയുന്നതായൊരു സത്യമാണ്. അതുകൊണ്ട് നമ്മുടെ സ്വർഗീയ പിതാവിനെ പോലെ നമുക്ക് ആയിത്തീർന്ന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് സാധിക്കട്ടെ. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇനി നമുക്കെല്ലാം അറിയാവുന്ന ഒരു 3-4 റെഫറൻസുകൾ ഞാൻ പറഞ്ഞ് ഈ പാഠം ഉപസംഹരിക്കാം എന്നാഗ്രഹിക്കുകയാണ്. ആ റെഫറൻസുകൾ വായിക്കണമെന്ന് നിർബന്ധമില്ല. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നമുക്കെല്ലാവർക്കും അറിയാം. നിങ്ങളോട് പറയാൻ പറഞ്ഞാൽ പറയുമെന്ന് എനിക്കറിയാം, എങ്കിലും ഞാനങ്ങ് പറഞ്ഞു പോകാം. ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ പിതാവിനെ അനുകരിച്ച് നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ സൽഗുണങ്ങളോടെ ജീവിക്കാനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. റോമലേഖനം 8-ാം അധ്യായത്തിന് 29-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. അതും എല്ലാവർക്കും അറിയാവുന്ന വാക്യമായിരിക്കും. 8-ാം അധ്യായത്തിന് 29-ാമത്തെ വാക്യം ഒന്ന് വേഗത്തിൽ വായിച്ചോളൂ. റോമർ 8-ന്റെ 29-ാമത്തെ വാക്യം. ഞാനതിൻ്റെ വിശദീകരണങ്ങളൊന്നും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വലിയ പദ്ധതി അവിടെ ദൈവാത്മാവ് രേഖപ്പെടുത്തുകയാണ്. നമ്മെ ആരോട് അനുരൂപരാക്കാനായിട്ടാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്, പിതാവ് ആഗ്രഹിക്കുന്നത്? തൻ്റെ പുത്രനോട് അനുരൂപരാക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഒരു വാക്യോടെ വായിച്ചു പോകാം. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം നമ്മുടെ കർത്താവിൻ്റെ പ്രാർത്ഥനയാണത്. അവിടെ നമ്മെക്കുറിച്ചുള്ളതായ നമ്മുടെ കർത്താവിൻ്റെ വലിയ ആഗ്രഹം നമുക്ക് കാണാനായിട്ട് സാധിക്കുകയാണ്. 17-ാം അധ്യായത്തിന് 24-ാമത്തെ വാക്യം. അപ്പോൾ അവിടെ ആ വാക്യത്തിൻ്റെ ഒടുവിൽ പറയുകയാണ്, ഞാനിരിക്കുന്നിടത്ത് അവരും എന്നോട് കൂടെ ഇരിക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയട്ടെ,
നമ്മൾ ഈ ഭൂമിയിൽ കർത്താവിനോട് അനുരൂപരായിട്ട് ജീവിക്കുകയാണ്. നമ്മെക്കുറിച്ചുള്ള കർത്താവിൻ്റെ ആഗ്രഹം നമ്മുടെ കർത്താവ് ഇരിക്കുന്നിടത്ത് നമ്മെയും ഇരുത്തണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഈ വാക്യങ്ങൾ, പരിചയമുള്ള വാക്യങ്ങൾ ചേർത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെയും, നമ്മെക്കുറിച്ചുള്ള നമ്മുടെ പിതാവിൻ്റെ ആഗ്രഹം എത്രയോ മനോഹരമാണ് എന്നുള്ളതായ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ കർത്താവിനെക്കുറിച്ച്, നമ്മുടെ കർത്താവിൻ്റെ പ്രസംഗമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. പ്രസംഗകൻ്റെ പ്രത്യേകതകൾ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പകർത്തി വരുന്ന നാളുകളിൽ കർത്താവിന് വേണ്ടി വിജയകരമായി ജീവിച്ച് സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. അതുകൊണ്ട് നമ്മൾ ചിന്തിച്ച ഈ ആമുഖ പാഠങ്ങൾ തന്നെ അത് നമുക്ക് അനുഗ്രഹമാക്കി സ്വർഗത്തിലെ ദൈവം തീർക്കട്ടെ. നമ്മൾ ഈ പഠനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം എന്ന് ആഗ്രഹിക്കുകയാണ്. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 24-ാം അധ്യായത്തിലെ ചില വാക്കുകളാണ് നാം ഈ പഠനത്തിൻ്റെ തലക്കെട്ടായിട്ട് തിരഞ്ഞെടുത്തത്. ആ വാക്കുകൾ ഓർമ്മയുണ്ടല്ലോ ഇല്ലേ? വചനം കേട്ട് ചെയ്യുന്ന ബുദ്ധിമാൻ, അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന പാഠത്തിന് ഇങ്ങനെയൊരു ചെറിയ തലക്കെട്ട് ആ വാക്യത്തിൽ നിന്ന് തന്നെ ഞാൻ പറയുകയാണ്. എൻ്റെ ഈ വചനങ്ങൾ, എൻ്റെ ഈ വചനങ്ങൾ, അത് ഇൻവേർട്ടഡ് കോമയിൽ ഇട്ടോളൂ. കാരണം അത് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൾ തന്നെ ഞാനൊരു തലക്കെട്ടായിട്ട് എടുത്തു എന്നേയുള്ളൂ. എൻ്റെ ഈ വചനങ്ങൾ, ഇൻവേർട്ടഡ് കോമ ഇടുമ്പോൾ പിന്നെ ആ റെഫറൻസ് നമ്മൾ ആദ്യം എഴുതിയതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവിടെ ആ റെഫറൻസ് കൂടി എഴുതിയിടാനായിട്ട് ആവശ്യമുണ്ട്. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം. നാം ഈ ചിന്തിക്കുന്നത് ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് അരുളി ചെയ്ത വചനങ്ങളാണ്. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് അതാണ്. ഈ വചനങ്ങൾ നമ്മളൊന്ന് പെറുക്കി എടുത്ത് ധ്യാനിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. കർത്താവ് ഈ പ്രസംഗത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. അങ്ങനെ ശ്രമിച്ചാൽ ഈ പഠനം വളരെ വലുതായി പോകും. എന്നാൽ ഈ പ്രസംഗത്തിൽ നിന്ന് ചില വചനങ്ങൾ എടുത്ത് പറഞ്ഞ് അതിനെ സംബന്ധിക്കുന്ന ഒരു ലഘുവായ പഠനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിട്ടുകളയാൻ എനിക്കൊരു വിഷമമുണ്ട്. എങ്കിലും നമ്മളെ പഠന സൗകര്യാർത്ഥം നമ്മൾ ഇതിൽ നിന്ന് ചില കാര്യങ്ങൾ പെറുക്കിയെടുത്ത് അത് വിശദമായി ചിന്തിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. ഈ വചനങ്ങൾക്ക്, ഈ പ്രസംഗത്തിനൊരു പേരുണ്ട്. അതാണ് ഞാൻ ഇന്ന് രാത്രിയിൽ പറയണം എന്ന് ആഗ്രഹിക്കുന്നത്. ഈ വാക്യം വായിച്ചു കഴിയുമ്പോൾ അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ വളരെ മനോഹരമായിട്ടുള്ളതായൊരു പ്രയോഗമുണ്ട്. ഒന്ന് വായിച്ചാട്ടെ അത്. അപ്പോൾ അവിടെ എന്ത് ഭംഗിയായിട്ടാണ് ആ കാര്യം പറയുന്നത്. അവിടെ ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? തിരുവായി മൊഴിഞ്ഞ്. ഞാനിന്ന് ഈ പകല് ഈ വാക്ക് ഏറെ ആസ്വദിക്കുവാൻ ഇടയായിട്ട് തീർന്നു. ദൈവപുത്രനായ കർത്താവ് തിരുവായി മൊഴിഞ്ഞ സത്യങ്ങളാണ് ഈ പ്രസംഗത്തിൽ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ആ പ്രയോഗം അതിൽ തന്നെ എന്തുകൊണ്ടും എന്നെ ഒത്തിരി ആകർഷിക്കുവാൻ ഇടയായിട്ട് തീർന്നു. ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് പൊതുവെ ഇത് നമുക്ക് പറയാവുന്നതാണ്. കാരണം ദൈവത്തിൻ്റെ വചനം
ദൈവശ്വാസീയമായ തിരുവെഴുത്താണ് എന്നൊക്കെയുള്ളതായ വാക്യങ്ങൾ നമ്മൾ ധാരാളം ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ മത്തായി എഴുതുന്ന ആ വാക്കിൽ ഒരാസ്വാദ്യതയും മനോഹാരിതയും ഉള്ളതുപോലെ തോന്നുകയായിരുന്നു. ദൈവപുത്രൻ തിരുവായി മൊഴിഞ്ഞ സത്യങ്ങളാണ് നമ്മൾ ഈ പ്രസംഗത്തിൽ വായിക്കുന്നത്. അവിടെ ഈ വാക്ക് ചിന്തിക്കുമ്പോൾ ഒരു പഴഞ്ചൊല്ല് നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടോ? അതെ, തിരുവായ്ക്ക് എതിർവായില്ല എന്ന് സാധാരണ പറയാറുണ്ട്. എൻ്റെ മനസ്സിനും അത് വരാനിടയായിട്ട് തീർന്നു. അപ്പോൾ ഞാൻ ഈ പ്രസംഗത്തിൻ്റെ ഉള്ളിലേക്ക് കടന്ന് പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ, പഠിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു ചെറിയ അസ്വസ്ഥതയുണ്ട്. കാരണം കർത്താവ് തിരുവായി മൊഴിഞ്ഞ കാര്യങ്ങൾ ഞാൻ വേറിട്ടങ്ങനെ ഒത്തിരി പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കത് സ്വാഭാവികമായിട്ട് ഉൾക്കൊള്ളാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരുമിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നതായ കാര്യം നമ്മുടെ കർത്താവ് തിരുവായി മൊഴിഞ്ഞ സത്യങ്ങളാണ്. അപ്പോൾ ഞാൻ ആ പഴഞ്ചൊല്ലിനെ കുറിച്ച് ഓർത്തു. ഈ പഴഞ്ചൊല്ല് തിരുവായ്ക്ക് എതിർവായില്ല എന്ന് പറയുന്നത് കർത്താവിൻ്റെ വാക്കുകളെക്കുറിച്ചുള്ള പഴഞ്ചൊല്ലല്ല. പണ്ടൊക്കെ ഈ രാജാക്കന്മാർ ഭരണം നടത്തുന്ന കാലത്ത് രാജാവ് ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ വിവരമുള്ളവരാരും അതിന് എതിര് കാര്യം മനസ്സിലുണ്ടെങ്കിലും എതിര് പറയൂല. എതിര് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറെ കുഴപ്പങ്ങളുണ്ടെന്നുള്ളത് കൊണ്ടും രാജാധികാരം അങ്ങനെയുള്ള അധികാരമായിരുന്നു എന്നുള്ളത് കൊണ്ടും സാധാരണ ഒന്നും പറയാതെ അതൊക്കെ അങ്ങ് കേട്ട് നിശബ്ദമായി പ്രതികരിക്കും. അതാണ് സാധാരണ കണ്ടുവരുന്നത്. പിന്നെ കുഞ്ചൻ നമ്പ്യാരെ പോലെയൊക്കെ സരസമായിട്ടൊക്കെ പ്രതികരിക്കാൻ കഴിയുന്ന ആളുകൾക്കൊക്കെ എന്തെങ്കിലും ഉള്ള കാര്യം അവരുടെ അഭിപ്രായമൊക്കെ പറയാൻ പറ്റുമായിരിക്കാം. സാധാരണ നില അങ്ങനെ ആരും പറയുകയില്ല. അതുകൊണ്ടാണ് ആ പ്രയോഗം അങ്ങനെ വന്നത്. തിരുവായ്ക്ക് എതിർവായില്ല എന്നുള്ള പ്രയോഗം. ഇപ്പോഴത്തെ ഭരണ സംവിധാനത്തിൽ അങ്ങനെയൊന്നുമില്ല. എതിര് പറയാനായിട്ട് ആളുകളുണ്ട്. അധികാരികൾക്കും പറയാം, എതിര് പറയാൻ വേറെ ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടാകും. അപ്പോൾ ഈ കാലത്ത് ആ വാക്ക് മനസ്സിലാകാനായിട്ട് വളരെ പ്രയാസമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇന്നിപ്പോൾ ഓർത്തു, ഈ രാജാക്കന്മാർ ഭരിക്കുന്ന കാലത്തും രാജാവ് പറഞ്ഞ കാര്യത്തോട് കഠിനമായി വിയോജിച്ച് ധൈര്യമായി നിന്നിട്ടുള്ള എത്രയോ വീരന്മാരെ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒന്ന് രണ്ടുപേരെ പേരെന്ന് പറയാമോ? ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവൊക്കെ രാജാവിനോടാണോ സംസാരിക്കുന്നത്, അത് ഇവരാണോ രാജാവെന്ന് നമുക്ക് സംശയം തോന്നാനിടയായിട്ട് തീരും. അതുകൊണ്ട് ഞാൻ ആ വാക്യം നമ്മളൊന്നങ്ങ് വായിച്ചു പോവുകയാണ്. അതിൻ്റെ വിശദീകരണം ഒന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഞാനിന്ന് പകരം ആസ്വദിച്ചൊരു വാക്യം വേദഭാഗമാകൊണ്ട് അതങ്ങ് പറയുകയാണ്. ഒന്ന് വായിച്ചോളൂ ആ വാക്യം. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. വായിക്കാം 16 മുതൽ 18 വരെയുള്ളതായ വാക്യങ്ങൾ. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കുകയില്ല, രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്നറിഞ്ഞാലും എന്നുത്തരം പറയും. എന്തുത്തരമാണിത്! അപ്പോൾ രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നു, അതവർ ലംഘിക്കുന്നു എന്നറിയുമ്പോൾ അവരെ വിളിക്കുന്നു, ചോദ്യം ചെയ്യുന്നു. രാജാവിൻ്റെ മുമ്പിൽ എന്തോ ഒരു ധൈര്യത്തോടു കൂടിയാണ് ഇവരുത്തരം പറയുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇത് വായിച്ചാൽ രാജാവ് ആരാണെന്ന് നമുക്ക് സംശയം തോന്നും. എന്തൊരു അധികാരത്തോടു കൂടിയാണ്, ധൈര്യത്തോടു കൂടിയാണ് ഈ ബാലന്മാർ ഉത്തരം പറയുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഞാനിന്ന് രാത്രിയിൽ ഓർപ്പിക്കട്ടെ, കഴിഞ്ഞ കാല ക്രിസ്തീയ സഭയുടെ ചരിത്രം പരിശോധിക്കുവാൻ ഇടയായിട്ട് തീർന്നാൽ രാജാക്കന്മാരുടെയും പട്ടാളക്കാരുടെയും മുമ്പിൽ യാതൊരു സങ്കോചവും കൂടാതെ കർത്താവിൻ്റെ സാക്ഷികളായി നിന്ന അനേക ഭക്തന്മാരുടെ ചരിത്രം നമുക്ക് അറിയാം. കാരണം അവർ കർത്താവിന് വേണ്ടി ജീവൻ പോകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ധൈര്യത്തോടു കൂടി നിന്നു എന്നുള്ളത്
നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. രക്തസാക്ഷികളെക്കുറിച്ചുള്ള പുസ്തകങ്ങളും അവരെക്കുറിച്ചുള്ള വിശദീകരണങ്ങളും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുമാറ് എത്രയോ വീരന്മാരെ നമുക്ക് ചരിത്രത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു സന്ദേശത്തിൽ ഒരു ദൈവദാസൻ പറഞ്ഞതായ ഒരു പെൺകുട്ടിയുടെ കാര്യം ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. ദൈവവചനത്തിൽ തുപ്പി ചവിട്ടി കടന്നു പോകണം എന്ന് പട്ടാളക്കാർ ആവശ്യപ്പെടുമ്പോൾ അവൾ ആ പുസ്തകം എടുത്ത് അവളുടെ കയ്യിലുള്ള തുണി കൊണ്ട് അതിലെ തുപ്പലെല്ലാം തുടച്ചു മാറ്റി അവൾ അതിനെ ചുംബിച്ച് മരണത്തെ സ്വീകരിച്ചു എന്നുള്ളതായ ചരിത്രം നമ്മൾ വായിക്കുവാൻ കേൾക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മുടെ കർത്താവിന് വേണ്ടി ഇങ്ങനെ ഉറച്ചു നിൽക്കാൻ ഒരുപക്ഷെ നാളെ ആവശ്യം വന്നേക്കാം. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ പല സ്ഥലത്തും അങ്ങനെയുള്ള പ്രതികൂലങ്ങളിലൂടെ ദൈവത്തിൻ്റെ ജനം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടുന്നതായൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് പകൽ ഈ വാക്യം വായിച്ചപ്പോൾ ഓർത്തു, ഇങ്ങനെ വില കൊടുക്കാൻ ആവശ്യമുള്ള നാടുകൾ ഒത്തിരി വിദൂരതയിലാണ് എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിനു വേണ്ടി വീരന്മാരായി നിൽക്കാനുള്ളതായ വലിയ പ്രചോദനം ഉൾക്കൊള്ളത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം, ഇവിടെ കർത്താവിൻ്റെ വാക്കുകൾക്ക് പറഞ്ഞിരിക്കുന്ന ആ പേരിനോട് ചേർത്ത് ഞാനിന്ന് പകൽ ഉൾക്കൊണ്ടൊരു ദൂത് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ആ വാക്കിലേക്ക് മടങ്ങി വരാം. ഈ പ്രഭാഷണം നമ്മുടെ പ്രാണപ്രിയനായ കർത്താവ് തിരുവായി മൊഴിഞ്ഞ സത്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ അവിടെ മറ്റൊരു ദൂത് കൈമാറുകയാണ്. ഇത് തിരുവായി മൊഴിഞ്ഞ സത്യങ്ങളാണെന്നുള്ളത് കൊണ്ട് നമുക്ക് ഈ സത്യങ്ങൾ തിരുവായ്ക്ക് എതിർവായില്ല എന്ന് നമ്മൾ പഴഞ്ചൊല്ലിൽ പറയുന്നത് പോലെ നമ്മുടെ കർത്താവ് നമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് അതുപോലെ ഏറ്റെടുത്ത് അനുസരിച്ച് പ്രായോഗികമാക്കി ഈ തലമുറയിൽ ജീവിച്ച് സാക്ഷ്യം വഹിക്കുവാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഗുരുനാഥൻ തിരുവായി മൊഴിഞ്ഞ ഈ സത്യങ്ങൾ നമുക്ക് ആ പ്രാധാന്യത്തോടു കൂടി ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കാം. നമ്മൾ ഈ പഠനത്തിലേക്ക് പ്രവേശിക്കുകയും ഇതിൻ്റെ സൂക്ഷ്മാംശങ്ങൾ ചിന്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതൊന്നും ഈ കാലത്ത് അത്ര പ്രായോഗികമായ കാര്യമല്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റിവെക്കുവാൻ ഇടയായിട്ട് തീരാതെയും ഈ പ്രസംഗം അതുപോലെ പ്രായോഗികമാക്കേണ്ടതിനുള്ള നല്ല നിർണയത്തോടെ നമുക്കിത് പഠിക്കാം. എങ്കിലേ നമുക്ക് ഇത് മനസ്സിലാകേണ്ടതുപോലെ മനസ്സിലാകുവാൻ ഇടയായിട്ട് തീരുകയുള്ളൂ. അതുകൊണ്ട് ആ വലിയ ഉൾക്കാഴ്ച നമുക്ക് ഏറ്റെടുക്കാം. ഞാനിതിലെ ആവർത്തന പുസ്തകം 15-ാം അധ്യായത്തിൽ നിന്നാണ് രാമംഗലത്തൊരു പ്രസംഗം പറയുവാനിടയായിട്ട് തീർന്നത്. ആ പ്രസംഗത്തിൽ പ്രധാനമായിട്ടും വായ്പയെ സംബന്ധിക്കുന്ന നിയമമാണ് വിശദീകരിക്കുവാനിടയായിട്ട് തീർന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന അതുകൊണ്ട് നിങ്ങൾക്കതിൻ്റെ പ്രമാണങ്ങൾ ഒക്കെ അറിയാം എന്ന് ഞാൻ വിചാരിക്കുക. ഇവിടെ ഞാൻ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, വായ്പയെക്കുറിച്ച് ആവർത്തന പുസ്തകം 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ടെങ്കിൽ വായ്പ കൊടുക്കണം എന്നാണ് കൽപ്പന. അങ്ങനെ കൊടുക്കണം എന്നുള്ള കൽപ്പന നൽകിയിട്ടുണ്ട്. നമ്മൾ പഠിക്കാൻ പോകുന്നതായ ഗിരിപ്രഭാഷണത്തിൽ ആ ബന്ധത്തിലൊരു കൽപ്പനയുണ്ട്. വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവനെ ഒഴിഞ്ഞു കളയരുത്. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിക്കുന്ന കാര്യം, അതൊന്നും ഈ കാലത്ത് അത്ര പ്രായോഗികമല്ല എന്ന് ഒക്കെ നമുക്ക് തോന്നിപ്പോകാനുള്ളതായ സാധ്യതയുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നതായ കാര്യം, ഈ പ്രമാണങ്ങൾ നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഇത് നമ്മുടെ കർത്താവ് തിരുവായി മൊഴിഞ്ഞ സത്യങ്ങളാണ് എന്നുള്ളത് കൊണ്ട് ഈ സത്യങ്ങൾ ആവോളം ഉൾക്കൊണ്ട് അതിനോട് അനുസരണം കാണിച്ച് പ്രായോഗികമാക്കി ജീവിക്കാനുള്ള മനസ്സൊരുക്കത്തോടെ ഈ പഠനത്തിലേക്ക് പ്രവേശിക്കാനായി നമുക്ക് കഴിയേണ്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനാവശ്യമായ ദൈവകൃപ നൽകട്ടെ. ഇനി ഞാൻ ഒരു കാര്യം കൂടി ആ വാക്കിൽ നിന്ന് എടുത്തു പറയുകയാണ്. അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചത് എന്തെന്നാൽ, അപ്പോൾ നമ്മുടെ കർത്താവ് ഇത് പറയുമ്പോൾ നമുക്കറിയാം
വചനത്തിൻ്റെ ഒരു അടിസ്ഥാനപരമായ പ്രത്യേകതയാണ് നമ്മുടെ കർത്താവ് ഇവിടെ പറയുന്നത്. തിരുവായി മൊഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ വചനം ആരുടെ വായിൽ നിന്ന് വന്നതാണ്? നമ്മുടെ കർത്താവിൻ്റെ വായിൽ നിന്ന് വന്നതാണ്. മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം നിങ്ങളുടെ ഓർമ്മയിൽ വരുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അത് നമുക്കൊന്ന് വായിക്കണം. നമുക്കെല്ലാം മനപ്പാഠം അറിയാമെന്ന് എനിക്കറിയാം. നമ്മുടെ മനപ്പാഠ വാക്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള വാക്യമാണത്. അപ്പോൾ അതുകൊണ്ട് മനപ്പാഠമായിരിക്കും. എങ്കിലും ഒന്ന് വായിക്കാം. 4-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. അപ്പോൾ അവിടെ കർത്താവ് പിശാചിനാൽ പരീക്ഷിക്കപ്പെടുമ്പോൾ, പിശാചിനോട് ഉത്തരം പറയുമ്പോൾ, സംസാരിക്കുമ്പോൾ അവിടെ പറയുന്നതായ കാര്യം, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. അപ്പോൾ നമ്മുടെ കർത്താവ് വചനത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന് പറയുന്നതായ പ്രത്യേകത എന്താണ്? വചനം ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്നതാണ്. ആ വാക്യം എടുത്തൊന്ന് സൂക്ഷിച്ച് നോക്കിക്കേ. അതൊരു ഉദ്ധരണിയാണ്. ആ ഉദ്ധരണി എവിടെ നിന്നുള്ളതാണെന്നുള്ളത് നിങ്ങൾക്ക് പറയാമോ? ന്യായമായും ചോദിക്കാനൊരു അവകാശമുള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. 4-ാം അധ്യായത്തിലെ 4-ാമത്തെ വാക്യം എവിടെ നിന്നുള്ള ഉദ്ധരണിയാണെന്ന് പറയാമോ? ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യമാണ് അവിടെ നമ്മുടെ കർത്താവ് ഉദ്ധരിച്ചത്. എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞ് ആ വാക്യം ഉദ്ധരിക്കുകയായിരുന്നു. ആ വാക്യം നമ്മൾ ഈ കഴിഞ്ഞ ദിവസം വരെ വായിച്ചുകൊണ്ടിരുന്ന പോർഷനിൽ ഉൾക്കൊള്ളുന്നതായ വാക്യമാണ്. അപ്പം നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കണം. ഈ വായിൽ നിന്ന് വരുന്ന വചനം എന്നുള്ളത് അതിൽ തന്നെ എത്രയോ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് നമ്മൾ കാണുകയാണ്. 8-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം വായിച്ചോളൂ. ആവർത്തനം 8-ന്റെ 3-ാമത്തെ വാക്യം. അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിരുദ്ധാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അവിടെ എന്തിനാണ് മന്ന കൊടുത്ത് അവരെ പോഷിപ്പിച്ചത് എന്നുള്ള ചോദ്യത്തിന് ആ വാക്യത്തിൽ ഉത്തരവുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. എന്തിനാ മന്ന കൊടുത്തത്? മന്ന കൊടുത്തവരെ പോഷിപ്പിച്ചത് എന്നുള്ളതിൻ്റെ ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഈ 3-ാം വാക്യത്തിലാണ്. എന്താ ഉത്തരം? ഒരു വലിയ ആത്മീക സത്യം ഇസ്രായേൽ ജനത്തെ പഠിപ്പിക്കേണ്ടതിനു വേണ്ടിയാണ് മന്ന കൊടുത്ത് അതിശയകരമായി ജനത്തെ മരുഭൂമിയിൽ പോഷിപ്പിച്ചത്. നമ്മൾ വിചാരിക്കും ഈ മന്ന കൊടുത്തത് അവർക്ക് വിശപ്പുണ്ടായിരുന്നല്ലോ, അവർക്ക് ആഹാരം കിട്ടണമല്ലോ, ആ വിശപ്പടക്കാനായിട്ട് കൊടുത്തതാണ് എന്ന് നമ്മൾ വിചാരിക്കും. അത് ശരിയാണ് കേട്ടോ, വിശപ്പടക്കാൻ വേണ്ടിയാണ് മന്ന കൊടുത്തത്. പക്ഷെ ദൈവാത്മാവ് രേഖപ്പെടുത്തുമ്പോൾ അതെന്തിനു വേണ്ടി കൊടുത്തു എന്നുള്ളതായ സത്യം എത്രയോ വ്യക്തമായിട്ട് പറയുകയാണ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്നുള്ളത് അവരെ ഗ്രഹിപ്പിക്കേണ്ടതിന്, എന്ന് പറഞ്ഞാൽ ഈ വലിയ സത്യം അവരെ പഠിപ്പിക്കേണ്ടതിനു വേണ്ടിയാണ് മന്ന കൊടുത്തത്. മന്നയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് കൊടുത്ത ചരിത്രമൊക്കെ നമ്മൾ മുൻ പുസ്തകങ്ങളിൽ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തതാണ്. മന്ന ഇങ്ങനെ വീണ് കിടക്കുന്നു കാണുമ്പോൾ ഇതെന്താണ്? ആ മന്ന എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അത് തന്നെയാണല്ലോ, ഇതെന്താണെന്നൊക്കെ ചോദിക്കുകയും അതവരെടുത്ത് കഴിക്കുകയൊക്കെ ചെയ്തതായ കാര്യം
നമുക്ക് ചരിത്രത്തിൽ അറിയാം. പക്ഷേ ഈ ആവർത്തന പുസ്തകത്തിൽ ഈ സത്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആവർത്തിക്കുമ്പോൾ മന്ന കൊടുത്ത് പോഷിപ്പിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എടുത്തു പറയുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളതായൊരു കാര്യമാണ്. ഇവരോട് ധാരാളം വചനം ദൈവം കഴിഞ്ഞ നാളുകളിൽ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. എഴുതി കൊടുത്ത കാര്യമൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ദൈവം തൻ്റെ വിരൽ കൊണ്ട് തന്നെ വചനം എഴുതി ഇവർക്ക് നൽകി എന്നുള്ളതായ കാര്യം നമുക്ക് ഇവരുടെ ചരിത്രത്തിൽ കഴിഞ്ഞ പുസ്തകങ്ങളിലൊക്കെ ഉൾക്കൊള്ളുവാനിടയായിട്ട് തീർന്നിട്ടുണ്ട്. പക്ഷെ ആ വചനം കൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നുള്ളതായ കാര്യം അവരെ ഗ്രഹിപ്പിക്കേണ്ടതിന് വേണ്ടിയാണ് അതിശയകരമായ നിലയിൽ ഇവരെ ദൈവം പോറ്റുവാൻ ഇടയായിട്ട് തീർന്നത്. അതെനിക്ക് മുഴുവൻ ഇന്ന് രാത്രി വിശദീകരിക്കാൻ പറ്റില്ലെങ്കിലും ഒരു കാര്യം ഓർപ്പിക്കട്ടെ. നമ്മൾ ധാരാളം നന്മകൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കും. ആ നന്മകളൊക്കെ ചില പ്രത്യേക സാഹചര്യത്തിൽ നമുക്കേറെ പ്രയോജനവുമായിരുന്നിരിക്കും. പക്ഷെ പലപ്പോഴും വരാൻ സാധ്യതയുള്ളൊരു കാര്യം, ആ നന്മയെ മാത്രം നമ്മൾ പലപ്പോഴും കാണാൻ ഇടയായിട്ട് തീരും. ആ നന്മ തന്നതിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നാം പലപ്പോഴും ചിന്തിക്കാറില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ നിന്നുള്ള അസാധാരണമായ കൃപയും നന്മകളും നാം അനുഭവിക്കുവാൻ ഇടയായിട്ട് തീരുമ്പോൾ അതിൻ്റെ പിമ്പിൽ നമ്മെ ചില കാര്യങ്ങൾ ഗ്രഹിപ്പിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അത് ഗ്രഹിക്കുന്നിടത്താണ് നാം ജയാളികളായിട്ട് തീരുന്നത്. ഇനി ഞാനത് ഇതിലെങ്ങനെയാണ് ഈ മന്ന കൊടുത്തതിലൂടെ വചനം കൊണ്ടാണ് ജീവിക്കുന്നത് എന്നുള്ളത് അവരെ ഗ്രഹിപ്പിക്കാനിടയായിട്ട് തീർന്നത്. മന്നയെക്കുറിച്ച് പറയാനായിട്ട് വാക്യങ്ങൾ വായിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൂടെ അതിലൂടെ കടന്നു പോവുകയായിരുന്നു. അപ്പോൾ ആ മന്ന അവർക്ക് കഴിക്കുമ്പോഴും ദൈവം കൊടുത്ത വചനപ്രമാണത്തിന് ഏറെ പ്രാധാന്യമുണ്ടായിരുന്നു. ഇപ്പോൾ ഉദാഹരണം നിങ്ങൾക്ക് പറയാൻ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അവർ ഒരു ദിവസം പെറുക്കി പിറ്റേ ദിവസത്തേക്ക് സൂക്ഷിച്ചു വെച്ചേക്കാം. നമ്മളെല്ലാം അങ്ങനെയാണല്ലോ, നാളത്തേക്ക് കരുതിയേക്കാം. കരുതുക എന്നുള്ളത് സ്വാഭാവികമാണല്ലോ, ദൈവം കരുതണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കരുതാമെന്ന് വിചാരിച്ചാൽ എന്തു പറ്റും? പിറ്റേ ദിവസം അത് ക്രമിച്ച് നാറിപ്പോകും. അപ്പോൾ ദൈവം കൊടുത്ത പ്രമാണം തെറ്റിക്കുമ്പോൾ ക്രമിച്ച് നാറിപ്പോവുകയാണ്. പക്ഷെ 6-ാമത്തെ ദിവസം സൂക്ഷിച്ചോളാൻ ദൈവം പറഞ്ഞിട്ടുണ്ട്. 7-ാം ദിവസം അതിന് യാതൊരു കുഴപ്പവും ഇല്ല. അപ്പോൾ വിവേകമുണ്ടെങ്കിൽ ഇതെന്താ ഇങ്ങനെ? അതിനൊരു കാരണമുണ്ട്. ഇത് വചനം കൊണ്ട് നാം ജീവിക്കുന്നു എന്നുള്ളതായ കാര്യം സാമാന്യമായി ആർക്കും മനസ്സിലാകത്തക്കവണ്ണമാണ് ദൈവം അതിശയകരമായിട്ട് ഇവരെ പോറ്റിയത്. മന്നയിട്ട് വെച്ച പൊൻപാത്രത്തിൽ ഇരിക്കണ മന്നയ്ക്ക് വർഷം എത്ര കഴിഞ്ഞാലും യാതൊരു കുഴപ്പവും ഇല്ല. അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ ഞാനൊരു സത്യം അവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവം അത്ഭുതകരമായ നിലയിൽ, അസാധാരണമായ നിലയിൽ, വേറെ ആരുടെയും ചരിത്രത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത നിലയിൽ മന്ന കൊടുത്ത് തൻ്റെ ജനത്തെ പോഷിപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നപ്പോൾ അവർ ഗ്രഹിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ച കാര്യം ഈ ഭക്ഷണം കഴിച്ച് വിശപ്പെടുക്കുക എന്നുള്ളത് മാത്രമല്ല, പിന്നെയോ വചനം കൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നുള്ളതായ കാര്യം അവരും തിരിച്ചറിഞ്ഞ് വചനം കൊടുത്ത ദൈവത്തോടും ദൈവം കൊടുത്ത വചനത്തോടും ഏറ്റവും അടുത്ത ബന്ധം അവർ സൂക്ഷിക്കണം എന്നുള്ളതാണ് ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ,
ഞാനിവിടെ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നല്ലോ. ഒരു പരിചയമുള്ള വാക്യം കൊണ്ട് പരാമർശിക്കാം, ബാക്കി കാര്യം ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ഇസ്രായേൽ മക്കൾ അനുഭവിച്ച ഈ അസാധാരണമായ നന്മയെക്കുറിച്ച് മലാക്കി പ്രവാചകൻ പറയുന്നൊരു കാര്യം നമ്മൾ സാധാരണ ഓർക്കാറുണ്ട്. 3-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? എന്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവൻ ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരും. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന്റെ കിഴിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയും. അപ്പൊ ഈ ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് എന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആരും പോറ്റപ്പെട്ടിട്ടില്ല. ഭൂമിയിൽ കൃഷി ചെയ്ത് അതിൽ നിന്ന് ആഹാരം കഴിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ സാമാന്യമായ പ്രമാണം. പക്ഷേ ഇവിടെ ആ പ്രവാചകൻ അവരോട് പറയുകയാണ്, ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന്. ഞാൻ കുറച്ച് നാളായിട്ട് ഈ വാക്യം പറയുമ്പോഴൊക്കെ ഒത്തിരി പറയാറുമുണ്ട് കേട്ടോ, പറയാറുണ്ട്. ഈ ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് ദൈവം കരുതുന്നതിന് ഏത് സ്ഥലത്തെ ആകാശവും തുറക്കാം. കേരളത്തിലെ ആകാശത്തിന് അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമുള്ള ആകാശമല്ല. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, ഒത്തിരി നന്മകൾ തേടി നമ്മൾ അതിലേലൊന്നും ഓടേണ്ട ആവശ്യം ഇല്ല. പിന്നെയോ ദൈവത്തിന് നമ്മെ കരുതാമെന്ന് വെച്ചാൽ എവിടെയും കരുതാം. പ്രിയപ്പെട്ടവരെ, ആ വലിയ സത്യം അടിവരായിട്ട് ഉൾക്കൊള്ളേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. ഞാൻ സാന്ദർഭികമായിട്ട് ഓർപ്പിച്ചെന്നല്ലേ. അവിടെ ഒരു വിശ്വാസത്തിൻ്റെ വഴിയുണ്ട്. അത് മാത്രം ഞാൻ സൂചിപ്പിച്ച് അവസാനിപ്പിക്കാം. ആ വാക്യം നമ്മൾ വായിച്ചല്ലോ, ഒരു കൽപ്പനയുണ്ട് അവിടെ 3-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ. ആ കൽപ്പനയുടെ അനുഗ്രഹമാണ് ആകാശത്തിന് കിളിവാതിലുകൾ തുറന്ന് സ്ഥലം പോരാതെ വരെയുള്ള അനുഗ്രഹിക്കുക എന്നുള്ളത് വാഗ്ദത്തമാണ്. കൽപ്പന തന്നെ ദശാംശം മുഴുവനും ആലയത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ദശാംശം മുഴുവനും ആലയത്തിലേക്ക് കൊണ്ടുവരാമെന്ന് ഇസ്രായേലിനോട് പറഞ്ഞെങ്കിൽ പുതിയ സഭയുടെ പ്രമാണത്തിൽ ആലയം ഏതാണ്? 1 തിമോഥെയോസ് 3:15 ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവാലയം. അപ്പം അതുകൊണ്ട് ദശാംശം മുഴുവനും ആലയത്തിലേക്ക് കൊണ്ടുവന്നാൽ അതിൻ്റെ അനുഗ്രഹ വാഗ്ദത്തമാണ് ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് അനുഗ്രഹിക്കും എന്നുള്ളത്. പക്ഷേ ഈ ദശാംശം മുഴുവനും ആലയത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഈ വചനം വിശ്വസിക്കുന്നവർക്ക് പറ്റുകയുള്ളൂ. കൊണ്ടുവന്ന് സ്തോത്രാഴ്ചയിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നിയന്ത്രണം പോയല്ലോ എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ഇത് സാധിക്കുകയില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ, ഈ വചനം കൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഇടം വലം നോക്കാതെ അതുപോലെ അനുസരിക്കുവാൻ ഇടയായിട്ട് തീരുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമുക്കൊരിക്കലും മനസ്സിലാകാത്ത വഴിയിലൂടെ അസാധാരണമായ നിലയിൽ നമ്മെ കരുതുവാൻ ഇടയായിട്ട് തീരും. ഞാനതിൻ്റെ ഒരു സാക്ഷിയാണ്. കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് ഈ വചനം കൊണ്ട് അക്ഷരാർത്ഥത്തിൽ ഉപജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വചനം ശരിയാണെന്നുള്ള കാര്യത്തിന് എനിക്ക് യാതൊരു സംശയമില്ല. കാരണം അങ്ങനെ വചനത്താൽ ഉപജീവിക്കുന്ന എത്രയോ കുടുംബങ്ങളെ നമുക്ക് നേരിട്ടറിയാം. വചനം കൊണ്ട് ജീവിക്കുന്നു. അതിൻ്റെ ഒരു ചെറിയ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. ഒത്തിരി വിശാലമായ അർത്ഥം അതിനുണ്ട്. ഒത്തിരി വിശാലമായിട്ട് നമ്മൾ പോകുകയില്ലായിരിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ പ്രാണപ്രിയൻ തിരുവായി മൊഴിഞ്ഞ വചനങ്ങൾ, ഈ വചനത്തിൻ്റെ മഹത്വം അത് ഉൾക്കൊണ്ട് അത് വിശ്വസിച്ച് അതിൻ്റെ മഹത്വം ഗ്രഹിച്ചവരായിട്ട് ഈ തലമുറയിൽ ജീവിച്ച് സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഏവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. ഇവിടെ എനിക്ക് അല്പം വിശദീകരണം കൂടി പറയാനായിട്ടുണ്ട്. കർത്താവ് വരാൻ താമസിച്ചാൽ അടുത്ത ക്ലാസ്സിൽ പറയാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.
അവൻ്റെ വിലയേറിയ നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.